ശ്രീകൃഷ്ണൻ പറഞ്ഞു, കർമ്മബലത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നവൻ, ജ്ഞാനത്താൽ മനസ്സു ശുദ്ധീകരിച്ചവൻ, തന്റെ ഓരോ പ്രവൃത്തിയും യജ്ഞമെന്ന പോലെ സമർപ്പിക്കുന്നവൻ കർമ്മബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകും. ചിലർ സാമഗ്രികൾ യജ്ഞമായി സമർപ്പിക്കുന്നു, ചിലർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിന്റെ അഗ്നിയിൽ സമർപ്പിക്കുന്നു, ചിലർ ശ്വാസത്തെ നിയന്ത്രണത്തിന്റെ യജ്ഞത്തിൽ സമർപ്പിക്കുന്നു, ചിലർ ചിന്തയെയും വാസനകളെയും യജ്ഞമാക്കുന്നു, മറ്റു ചിലർ അഹങ്കാരം തന്നെ സ്വനിയന്ത്രണത്തിന്റെ അഗ്നിയിൽ സമർപ്പിക്കുന്നു. ചിലർ കർശനമായ ഇന്ദ്രിയ നിയന്ത്രണം, ചിലർ ധ്യാനം, ചിലർ ശാസ്ത്രപഠനം, ചിലർ സേവനം, ചിലർ തപസ്, ചിലർ ഭക്തി, ഇങ്ങനെ വ്യത്യസ്തമായ യജ്ഞങ്ങൾ ചെയ്യുന്നു. എല്ലാ യജ്ഞങ്ങളും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ജ്ഞാനത്തിലേക്കുള്ള വഴിയെ തുറക്കുകയും ചെയ്യുന്നു. ഇവിടെ കൃഷ്ണൻ പറയുന്നത് യജ്ഞം എന്നു പറയുന്നത് അഗ്നിയിൽ സമർപ്പണം മാത്രമല്ല. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശ്വാസം, അഹങ്കാരം, ചിന്തകൾ, വാസനകൾ ഇവയെല്ലാം ശുദ്ധീകരിക്കുന്ന ഏതു ശാസ്ത്രീയ അഭ്യാസവും യജ്ഞമാണ്. നിന്റെ ആത്മീയപദം മറ്റൊരാളുടെ പദം പോലെ തന്നെയാക്കേണ്ടതില്ല. നിന്റെ ഹൃദയം ശുദ്ധമാകുന്ന ഏതു പ്രവൃത്തിയും നിന്റെ യജ്ഞമാണ്.